പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ധന്യനാമത്തിന് എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം തിരുവചനം. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു, എന്നാൽ അവർ പരാജിതരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ഈശോയിൽ പ്രിയരെ, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ഷെയറിംഗ് ശുശ്രൂഷ വേളയിൽ ഒരു വ്യക്തിയിൽ നിന്ന് അനേകം പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ ഈശോ നൽകിയ വളരെ വലിയൊരു ജ്ഞാനത്തിൻ്റെ, വലിയൊരു അറിവിൻ്റെ, വലിയൊരു ബോധ്യത്തിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോയിൽ പ്രിയരെ, ഒരു സഹോദരിയിൽ നിന്ന് അനേകം പൈശാചിക അരൂപികളെ ബഹിഷ്കരിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷയിൽ യേശുനാമത്തിലും തിരുവചനത്തിന്റെ അധികാരത്താലും ഓരോ പൈശാചികളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷ നടക്കുന്നതിൻ്റെ ഒരു മധ്യ സമയമായപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പൈശാചിക അരൂപി ബാധിച്ച വ്യക്തി ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ഭയത്തോടും ഭയങ്കര വിറയലോടും കൂടി, മുഖത്തെല്ലാം ഭയത്തിന്റെ ഭാവം നിറഞ്ഞു, ഭയങ്കര വിറയലോടുകൂടി ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങളോട് പറയുകയുണ്ടായി, മിഖായേൽ വന്നിരിക്കുന്നു, മിഖായേൽ വന്നിരിക്കുന്നു, മിഖായേൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ശക്തമായിട്ട് ഒരു കാര്യം ഞങ്ങൾ ബോധ്യപ്പെട്ടു. വിശുദ്ധ മിഖായേൽ മാലാഖ ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ സഹായിക്കുവാൻ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എന്നും, ഈ വിശുദ്ധ മിഖായേൽ ഈ അരൂപിയായി ഭാവിച്ച് മകന്റെ മുമ്പിൽ, സഹോദരിയുടെ മുമ്പിൽ നിൽക്കുന്നുവെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. ഈശോയിൽ പ്രിയരെ, അവിടെ തീർന്നില്ല. മിഖായേൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഈ പൈശാചിക അരൂപി, ഈ സഹോദരിൽ കുടികൊണ്ട പൈശാചിക അരൂപി അടുത്തത് ഇങ്ങനെ പറയുണ്ടായി, മിഖായേലിന്റെ കയ്യിൽ വാളിരിക്കുന്നു, മിഖായേലിന്റെ കയ്യിൽ വാളിരിക്കുന്നു, മിഖായേലിന്റെ കയ്യിൽ വാളിരിക്കുന്നു. അപ്പൊ വീണ്ടും ഞങ്ങള് യേശുനാമത്തിൽ തിരുവചനത്തിന്റെ അധികാരത്തിലും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഈ അരൂപി അലറിക്കരഞ്ഞുകൊണ്ട്, വളരെ വേദനാജനകമായ രീതിയിൽ കരഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായി, മിഖായേലെ എന്നെ വെട്ടല്ലേ, മിഖായേലെ എന്നെ വെട്ടല്ലേ, മിഖായേലെ എന്നെ വെട്ടല്ലേ എന്ന് പറഞ്ഞ് വേദന നിറഞ്ഞ മുഖഭാഗത്തോട് അലറിക്കരയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വീണ്ടും ഞങ്ങൾ യേശുനാമത്തിൽ തിരുവചനത്തിന്റെ അധികാരത്തിൽ വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്തത് ഈ അരൂപി വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട് ഈ വ്യക്തിയിലുണ്ടായിരുന്ന അരൂപി, ഈ സഹോദരി ഉണ്ടായിരുന്ന അരൂപി ദയനീയമായി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, എന്നെ ചങ്ങല കൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ്, എന്നെ ചങ്ങല കൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോവുകയാണ്, ചങ്ങല കൊണ്ട് കെട്ടി എന്നെ വലിച്ചു കൊണ്ടുപോവുകയാണെന്ന് ഈ അരൂപി, ഈ സഹോദരിയിലെ അവസ്ഥ അരൂപി ദയനീയമായി കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ മാലാഖമാരുടെയും വിശുദ്ധരുടെയും എന്തുമാത്രം സ്വർഗീയ സഹായം നമുക്ക് സ്വർഗം തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തണം. ഈശോ വലിയൊരു അനുഭവത്തിലൂടെ തന്നെ വലിയ ജ്ഞാനത്തിന്റെ അറിവായിരുന്നു പ്രിയമുള്ളവരെ ഈ ഒരു വിശുദ്ധ മിഖായേൽ ഞങ്ങൾക്ക് സഹായത്തിനായി ഞങ്ങളുടെ അടുത്തേക്ക് ഈ ശുശ്രൂഷയിൽ വന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ എത്രമാത്രം വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുഷ്ടാരൂപികൾക്കെതിരായിട്ട് ഈ പോരാട്ടം നിറഞ്ഞ ജീവിതത്തിൽ വിശുദ്ധ മിഖായേലിനെ പോലെ അതിശക്തനായ മാലാഖയുടെ എത്രമാത്രം മാധ്യസ്ഥം നമ്മൾ തേടുന്നുണ്ട്, എത്രമാത്രം വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ സഹായവും മാധ്യസ്ഥം എത്രമാത്രം നമ്മൾ തേടുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ വിശുദ്ധനോട് നമ്മൾ മാധ്യസ്ഥം തേടുമ്പോൾ, ഒരു വിശുദ്ധ മാലാഖമാരുടെ മാധ്യസ്ഥം തേടുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം നമുക്ക് അവരെ സഹായത്തിനായിട്ട് കൂട്ടായിട്ട് നൽകുന്നുണ്ട്. തോബിയാസിന് വിശുദ്ധ റഫാൽ മാലാഖയെ നൽകിയതുപോലെ നമുക്ക് ഓരോരുത്തരും കാവൽ മാലാഖ നൽകപ്പെട്ടതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാ വിശുദ്ധരുടെയും മാലാഖയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മുടെ സഹായത്തിനായിട്ട് ഈശോ ഈ ദൂതന്മാരെ നമുക്ക് അയച്ചു തരും. ഇതിന് ഏറ്റവും വലിയ അടയാളം, അനുഭവ സഹിതം ഞങ്ങൾ അടയാളം ഞങ്ങൾക്ക് ഈശോ തന്നതായിരുന്നു. ഞാൻ ഈ നയിച്ചു കഴിയുമ്പോൾ നീ ഒരു കുതിര കുളമ്പടി സൗണ്ട് കേൾക്കും, ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടൻ തന്നെ ഈ അരൂപി അലറിക്കൊണ്ട്, ഗീവർഗീസ് ആണോ
ഗീവർഗീസ് ആണോ എന്ന് ഭയപ്പെട്ട് ഇത് തിരിഞ്ഞ് ബാക്കിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് കാണില്ല, പെട്ടെന്ന് എന്റെ നേരെ നോക്കി കൈ ചൂട്ടിക്കൊണ്ട് ഗീവർഗീസ് നിൽക്കുന്നു, ഗീവർഗീസ് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അലറി കരയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗീവർഗീസിന് മാധ്യസ്ഥം യാചിച്ചപ്പോൾ തന്നെ ഈശോ വിശുദ്ധ ഗീവർഗീസിന് സഹായത്തിനായി വിട്ടു തന്നു. ഈ വിശുദ്ധരുടെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഈ അരൂപി ഭയപ്പെടുന്നു, അവർ സാന്നിധ്യത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു, അവിടെ മാധ്യസ്ഥ ശക്തി അത് ഭയക്കുന്നു. അങ്ങനെ ആ അരൂപി ആ ഗീവർഗീസിനെ നേരിട്ട് കണ്ട് ഭയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു പാഠമായിരിക്കണം. നിരന്തരം നമ്മൾ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടണം. പ്രത്യേകിച്ച് തിന്മകൾക്കെതിരെ പോരാട്ടത്തിൽ വിശുദ്ധ മിഖായേലിന്റെ സാന്നിധ്യം, വിശുദ്ധ ഗീവർഗീസിന്റെ, വിശുദ്ധ ബെനഡിക്റ്റിന്റെ എല്ലാം മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കണം. സകല വിശുദ്ധരെ മാലാകമാരെ നമ്മൾ കൂട്ടുപിടിക്കണം. നമ്മുടെ ഓരോ ജീവിത യാത്രയിലും ഈ മാലാകമാര് ഈശോ നമുക്ക് സഹായത്തിന് അയച്ചു തരും. വിശുദ്ധ ദൂതന്മാരെ, ശക്തരായ ദൂതന്മാരെ നമുക്ക് സഹായത്തിന് അയച്ചു തരും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇനിയും നമ്മൾ വിശുദ്ധരുടെ സഹായ മാധ്യസ്ഥം തേടാത്തവരാണോ? വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതൻ, പരിശുദ്ധ അമ്മ, വിശ്വാസ പിതാവ്, സകല വിശുദ്ധ മാധ്യസ്ഥം തേടാത്തവരാണോ? നമ്മൾ ശക്തമായിട്ട് ഇന്നോടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. ഇവർക്ക് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതം ചെയ്തു തരാൻ പറ്റും പ്രിയമുള്ളവരെ. നമ്മുടെ സഹായത്തിന് സ്വർഗം മുഴുവനെയും ഈശോ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മളാരും വേണ്ട വിധം ആ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നില്ല, നമ്മൾ യാചിക്കുന്നില്ല. നമ്മളൊന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ സ്വർഗീയ മാലാകമാർ നമുക്ക് കൂട്ടായിട്ട് വരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ വിശുദ്ധ മാലാകമാരുടെ സഹായ സാന്നിധ്യം ലഭിച്ച അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഒരു പൈശാചി ശക്തിയെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന ഈ ഉച്ചാരണ ശുശ്രൂഷയിൽ ഈശോ തന്ന ഈ വലിയ അറിവ് കൂടുതൽ തീക്ഷ്ണതയോടെ വിശുദ്ധരോടും മാലാകമാരോടും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനവും ആത്മവിശ്വാസവും പ്രാർത്ഥിക്കുമ്പോൾ സഹായത്തിനായി ലഭിക്കുമെന്നുള്ളൊരു ഉറച്ച ബോധ്യവും ഈശോ ഈ സഹോദരി പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയിൽ ലൂടെ എനിക്ക് നൽകി അനുഗ്രഹിക്കേണ്ടായി പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും സകല മാലാകമാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതയാത്രയിൽ പാപത്തിന്റെ കെണിയിൽപ്പെടാതെ, സാത്താൻ ഒരുക്കുന്ന കെണികളിലൊന്നും പെടാതെ, ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് ഈശോ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഒടുവിൽ നിത്യതയിൽ എത്തിച്ചേരാൻ വേണ്ട മുഴുവൻ കൃപാവരങ്ങളും പരിശുദ്ധ അമ്മേ മാതാവേ, വിശ്വാസ പിതാവേ, സകല മാലാക വൃന്ദങ്ങളെ, സകല വിശുദ്ധാത്മാക്കളെ, ഈശോയുടെ 12 അപ്പോസ്തലന്മാരെ, സകല സ്വർഗനിവാസിയെ നിങ്ങൾ ഞങ്ങൾക്കായി ഈശോയിൽ നിന്ന് മധ്യസ്ഥം വഹിച്ച് വാങ്ങിത്തരണമേ. നിത്യം പിതാവ്